നമ്മുടെ ചോദ്യം ഇതാണ്. 333 പ്ലസ് 333 പ്ലസ് 333 എന്ന് പറയുന്നത് 9x ആയാൽ എക്സിൻ്റെ വില എത്ര എന്നതാണ്. 333 പ്ലസ് 333 പ്ലസ് 333 എന്ന് പറയുന്നത് 9x ആയാൽ എക്സിൻ്റെ വില എത്ര? ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, അതായത് കൃത്യംഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് കൃത്യംഗ നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്തു തുടങ്ങാം. 333 പ്ലസ് 333 പ്ലസ് 333 9x ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 333 എന്ന് പറയുന്നത് 3 പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സംഖ്യയെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന എളുപ്പവഴിയാണ് ഗുണനം. അപ്പം 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 3 × 4 എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് തന്നെ കിട്ടും. അപ്പം അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. 333 × 3. അപ്പോൾ ഏതൊരു സംഖ്യയെയും അതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ 333 × 3 എന്ന് എഴുതാൻ പറ്റും. ഇതെന്ന് പറയുന്നത് എന്താണ്? a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m + n ആണ്. ആ ഒരു റൂള് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 333 × 3 എന്ന് പറയുന്നത് 333 + 1 ആണ്, അതായത് 334 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 334 എന്ന് പറയുന്നത് 9x ആയിട്ടാണ്. ഈ 9നെ നമുക്ക് 3ന്റെ കൃതികളായിട്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും, അതായത് 3/2 എന്ന് എഴുതാം. അപ്പോൾ 3/2 all raised to x എന്ന് 9x നമുക്ക് എഴുതാൻ പറ്റും. അതായത് 3/2 all raised to x നമുക്ക് എങ്ങനെ എഴുതാം? അതായത് a⁻m all raised to n എന്ന് പറയുന്നത് a⁻mn ആണ്. അതേപോലെ 3/2 all raised to x എന്ന് പറയുന്നത് 3/2x ആണ്, 3/2x ആണ്. അപ്പം 334 എന്ന് പറയുന്നത് നമുക്ക് ഫൈനലി നമുക്ക് എന്ത് എഴുതാം? 3/2x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ്പോണൻസ് നോക്കുന്ന സമയത്ത് 34 എന്ന് പറയുന്നത് 2x ആണ്, അല്ലെങ്കിൽ 2x ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ x നമുക്ക് ഈസി ആയിട്ട് കാണാം, 34/2, അതായത് 17 ആണ് ഉത്തരം വരുന്നത്. ഈ ഒരു പ്രോസസ്സ് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. നമുക്ക് ഈ 333 പ്ലസ് 333 പ്ലസ് 333 എന്ന് പറയുന്നത് 333 × 3 എന്ന് എഴുതാൻ പറ്റും. 3നെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പോണൻ്റ് എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. അതായത് a⁻m × a⁻n എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം a⁻m + n ആണ് ഉത്തരം വരിക. അതായത് 334 എന്ന് കിട്ടും. 334 9x ആണെന്ന് നമുക്ക് കിട്ടും. ഈ 9xനെ നമ്മൾ 3ന്റെ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 3/2 all raised to x എന്ന് കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 3/2x എന്ന് പറയുന്നത് 3/34 ആണെന്ന് കിട്ടും. ഇവിടെ 2x എന്ന് പറയുന്നത് 34 ആണ്. അതുപോലെ x എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 17 ആയിട്ട് വരും.